1998 മെയ് മാസത്തിലാണ് ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണങ്ങൾ വിജയകരമായി നടപ്പാക്കിയത്. ആണവ പരീക്ഷണം വിജയിച്ചപ്പോൾ പാകിസ്ഥാന് അത് വലിയ രീതിയിലുള്ള സന്ദേഹങ്ങൾ ഉണ്ടാക്കി. ന്യൂക്ലിയർ പരീക്ഷണ വിജയഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസായ അബ്ദുള്ള ബിൻ അസീസിനെ ടെലഫോണിൽ ബന്ധപ്പെട്ട് ഒരു സഹായം അഭ്യർത്ഥിച്ചു. പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഉപരോധം വരും. ആ ഉപരോധം അതിജീവിക്കാൻ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുമോ എന്നായിരുന്നു നവാസ് ഷെരീഫിൻ്റെ സഹായ അഭ്യർത്ഥനയുടെ ഉള്ളടക്കം. സൗദി അറേബ്യ പാകിസ്ഥാനെ കൈവിട്ടില്ല. 50,000 ബാരൽ സൗദി ഓയിൽ ദിനം പ്രതി പാകിസ്ഥാന് സൗജന്യമായി നൽകാം എന്നായിരുന്നു അബ്ദുള്ള രാജാവിൻ്റെ ഓഫർ മറുപടി. സൗദിയുടെ ഈ സഹായം പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണത്തിൽ വലിയ സഹായകമായി വർത്തിച്ചു. 98 ഈ ചരിത്രം ഓർക്കാൻ കാരണം കഴിഞ്ഞ ആഴ്ച നവാസ് ഷെരീഫിൻ്റെ ഇളയ സഹോദരനായ ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് സൗദി സന്ദർശിച്ചു. ആർമി ചീഫ് അസീം മുനീറും കൂടെയുണ്ടായിരുന്നു. സമാധാന സന്ധി സംഭാഷണങ്ങൾക്കിടയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ദോഹയിൽ നടക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു പാകിസ്ഥാൻ്റെ സൗദി സന്ദർശനം. ട്രംപിൻ്റെയും അമേരിക്കയുടെയും അറിവില്ലാതെ ദോഹയെ ആക്രമിക്കാൻ ഇസ്രായേൽ മുതിരില്ല എന്നത് യാഥാർത്ഥ്യമാണ്. 1974 ഇന്ത്യ ആണവ പരീക്ഷണങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ സുൽഫിക്കർ അലി ഭൂട്ടോ സൗദിയുടെ അന്നത്തെ രാജാവായിരുന്ന ഫൈസൽ രാജാവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണങ്ങൾക്ക് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇസ്ലാമാബാദും റിയാദും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ടെങ്കിലും ആ ബന്ധങ്ങളിൽ വിള്ളലുകളും വീഴ്ചകളും സംഭവിച്ചിരുന്നു. GCC രാജ്യം പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ കുടക്കീഴിൽ വരുന്നു എന്നത് വലിയ സന്ദേഹമുണർത്തുന്ന കാര്യമാണ്. പാകിസ്ഥാൻ്റെ സൈനിക ശക്തി, ആണവശക്തി, സൗദിയുടെ സാമ്പത്തിക ശക്തി, ഇത് രണ്ടും കൈകോർക്കുമ്പോൾ ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് രൂപപ്പെടുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ കരുതുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധം ഏതാണ്ട് ഒരു ദശകത്തോളം നീണ്ടു നിന്നിരുന്നു. അന്ന് സൗദിയുടെ ബോർഡറുകൾ സംരക്ഷിച്ചിരുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് പാകിസ്ഥാൻ ട്രൂപ്പുകളായിരുന്നു. ഇത്തരം സൈനിക സഹായങ്ങളും സൈനിക സഹകരണവും എപ്പോഴും പുലർത്തിയ രണ്ട് രാജ്യങ്ങളാണ് സൗദിയും പാകിസ്ഥാനും. UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാനും പ്രത്യേക താല്പര്യമെടുത്താണ് യമനിൽ ഹൂത്തികളെ വകവരുത്താൻ വലിയ ഒരു സൈനിക നീക്കം നടത്തുന്നത്. പാകിസ്ഥാനോട് ഈ യുദ്ധത്തിൽ ചേരാൻ വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ആ അഭ്യർത്ഥന പാകിസ്ഥാൻ നിരസിക്കുകയുണ്ടായി. UAE ഒരു ഡിപ്ലോമറ്റ് ആ ഘട്ടത്തിൽ പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി പ്രസ്താവന ഇറക്കുകയുണ്ടായി. പാകിസ്ഥാൻ എല്ലാ സഹായങ്ങൾക്കും സാമ്പത്തിക പിന്തുണക്കും എല്ലാ കാലത്തും ആശ്രയിക്കുന്നത് റിയാദിനെയും അബുദാബിയെയുമാണ്. അപ്പോൾ അവർ പ്രാധാന്യം നൽകുന്നത് ടെഹ്റാനാണ്, ഇറാനാണ് എന്നാണ് അന്ന് UAE ഡിപ്ലോമറ്റ് ഈ വിഷയത്തെക്കുറിച്ച് പരസ്യമായി വിമർശനം ഉന്നയിച്ചത്. സമ്പന്ന രാഷ്ട്രമായ സൗദിയും സൈനിക ആണവശക്തിയായ പാകിസ്ഥാനും കൈകോർക്കുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ നയതന്ത്രം രൂപപ്പെടും. ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയ്ക്ക് ഒരു വിധത്തിലുള്ള പോറലും ഈ സഹകരണം ഏൽപ്പിക്കുമെന്ന് തോന്നുന്നില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.